വൈസ്രോയിമാരുമൊത്തുള്ള നമ്മുടെ യാത്ര അതാ ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ്സോടുകൂടി പൂർണ്ണമാവുകയാണ്. ഇന്ത്യ ഭരിച്ച 20 വൈസ്രോയിമാർ, അതിനുശേഷം ഗവർണർ ജനറൽ തസ്തികയിലേക്ക് വീണ്ടും ഒരു കൈമാറ്റം. അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൺ വീണ്ടും ഗവർണർ ജനറൽ എന്നുള്ള പദവിയിലേക്ക് മാറുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരു സൈക്ലിക്കൽ പ്രക്രിയ, അത് ചാക്രിക പ്രക്രിയ നടക്കുന്ന ഗവർണർ ജനറൽ വൈസ്രോയി ആയിട്ട് വരുന്നു. അവസാനം വൈസ്രോയി വീണ്ടും ഗവർണർ ജനറൽ ആവുന്നു. ആ ഗവർണർ ജനറൽ എന്ന് പറയുന്നയാൾ വീണ്ടും ഇന്ത്യക്കാർക്ക് ഭരണം കൈമാറുന്നു. രാജഗോപാലാചാരി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നു. അതോടുകൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമ്പൂർണ്ണത നമുക്ക് തന്നെ ബോധ്യമാവുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. 18ാമത്തെ വൈസ്രോയി ആയിട്ട് ഇവിടെ വരുന്നത് ആരാണ്? 18ാമൻ ലിൻലിത്ത് ഗോ എന്ന് പറയുന്ന വൈസ്രോയിയാണ് 18ാമത്തെ വൈസ്രോയി ആയിട്ട് ഇവിടെ ഉണ്ടാവുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി പദവിയിലിരുന്ന വ്യക്തി മറ്റാരുമല്ലാതെ ലിൻലിത്ത് ഗോയാണ്. 1936 മുതൽ 1943 വരെയുള്ള 7.5 വർഷക്കാലത്തോളം ഇന്ത്യ ഭരിച്ച വൈസ്രോയിയാണ് ലിൻലിത്ത് ഗോ വൈസ്രോയി. ഇദ്ദേഹം പക്ഷേ നമ്മുടെ മനസ്സിൽ സുപരിചിതനായിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണ മികവ് കൊണ്ടല്ല. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ഭീതിതമായ യുദ്ധമായ 2-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം താറുമാറാകപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഇന്ത്യക്കാരുടെ പിന്തുണ നേടുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു വാഗ്ദാനം. ആ വാഗ്ദാനമാണ് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെട്ടത്. 1940 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദാനം മുന്നോട്ട് വരുന്നത്. 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ നടത്തുന്ന മുന്നേറ്റങ്ങളെ ചെറുക്കുവാനായിട്ട് ഇന്ത്യയുടെ പിന്തുണ വേണം. അതുകൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുക. 2-ാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ഇന്ത്യക്ക് ഒരു പ്രത്യേക പദവി ഞങ്ങൾ നൽകും. അതാണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് അഥവാ പുത്രിക രാജ്യ പദവി. അതിനുശേഷം നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ഭരണ സംവിധാനം ഉണ്ടാക്കി ഭരിക്കുവാനുള്ള സംവിധാനം, ഭരണഘടനയും ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ലിൻലിത്ത് ഗോ. അതുകൊണ്ടാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ള ഡിമാൻഡ് അംഗീകരിച്ചത് ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഈ ഓഗസ്റ്റ് ഓഫറിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീവ്രമായ ഒരു ഇടത് ചിന്താധാരയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഹരിപുരയിലും ത്രിപുരയിലും നടന്ന സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം ഊട്ടിയുറപ്പിച്ചതോടു കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെടുകയാണ് അതുവരെ നടന്ന സമാധാനപൂർണ്ണമായ സമരമായിരിക്കുകയില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവുക എന്നതും, സായുധ സമരം പോലും നടത്തപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഒരു കാലഘട്ടം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാലഘട്ടം. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ് പ്ലേലിസ്റ്റിൽ അതേ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് അത് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ തൽക്കാലം ഇവിടെ കൂടുതൽ വിശദമാക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെയാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന പേരിലൊരു സമരമുറ ആരംഭിച്ചത്. അതായത് ഓഗസ്റ്റ് ഓഫർ എന്നുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ചെറിയ ശ്രമം മാത്രമാണെന്നും അതിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രതിഷേധം എന്ന നിലയിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിക്കുകയാണ്. ആചാര്യ വിനോബ ഭാവയെ 1-ാമത്തെ സത്യാഗ്രഹിയായിട്ടും ജവഹർലാൽ നെഹ്റുവിനെ 2-ാമത്തെ സത്യാഗ്രഹിയുമായിട്ടും കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പരമ്പരയായിരുന്നു ഇത്. ഡൽഹിയിലിരുന്നത് ആരാണെന്നറിയാം? ശ്രീകൃഷ്ണൻ, നെയ്യാറ്റിൻകരക്കാരനായ ശ്രീകൃഷ്ണൻ ഡൽഹിയിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹിയായിട്ടിരുന്നു. കേരളത്തിലാണെങ്കിൽ കെ കേളപ്പൻ ഇൻഡിവിജ്വൽ സത്യാഗ്രഹിയായിട്ടിരുന്നു. അങ്ങനെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ഇരുന്ന എല്ലാവരും തന്നെ ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു. കേരള ഗാന്ധി കെ കേളപ്പനായി മാറി, നമുക്കറിയുള്ള കാര്യമാണ് അല്ലേ? ഇതേ സമയത്ത് തന്നെയാണ് 2-ാം ലോക മഹായുദ്ധം അതിൻ്റെ ആ ഒരു മൂർധന്യത്തിലെത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വൈസ്രോയ്ക്ക് പകരം അവിടെ നിന്നും അവരുടെ ഒരു മിനിസ്റ്റർ വരികയാണ്. ആ മിനിസ്റ്ററുടെ പേരായിരുന്നു സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യക്കാരുടെ പിന്തുണ തേടിയെടുക്കുക എന്നുള്ള ദൗത്യം പൂർത്തീകരിക്കുവാൻ ഒരു ശ്രമം നടത്തി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ക്രിപ്സ് മിഷൻ, ക്രിപ്സിൻ്റെ ദൗത്യം. ക്രിപ്സ് മുന്നോട്ട് വെച്ചത് മറ്റൊന്നും ആയിരുന്നില്ല, നമ്മുടെ വൈസ്രോയി ആയിരുന്ന ലിൻലിത്ത് ഗോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ക്രിപ്സ് ഒന്ന് പുതുക്കി വെച്ചു. പക്ഷേ ക്രിപ്സിനെ നമ്മൾ അംഗീകരിച്ചില്ല. ക്രിപ്സിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് തകരാൻ പോകുന്ന ബാങ്കിലേക്ക് നൽകുന്ന ഒരു പിൻതീയതിയിട്ട ചെക്കാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി ഒരു സമരം ആരംഭിച്ചു. ആ സമരമാണ് ക്വിറ്റ് ഇന്ത്യ എന്ന സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമരം ഒഴിവാക്കുമ്പോൾ, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളത് ഒഴിവാക്കേണ്ട സമരമാണ് എന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അഭിപ്രായമുണ്ടായി. കാര്യം ഇന്ത്യ വിട്ടു പോകുന്നതിന് മുൻപ് നിങ്ങൾ വിഭജനം നടത്തിയേ മതിയാവുകയുള്ളൂ എന്നുള്ളതായിരുന്നു അതിനുള്ള കാരണം. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ള സമരം ഇവിടെ നടക്കുമ്പോൾ ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന് പറയുന്ന മറ്റൊരു സമരവുമായിട്ടാണ് ആര് മുന്നോട്ട് പോയത്? മുസ്ലിം ലീഗ് മുന്നോട്ട് പോയത്. അങ്ങനെ മുസ്ലിം ലീഗ് ഒരു വശത്ത് നിൽക്കുന്നു, കോൺഗ്രസ് മറ്റൊരു വശത്ത് നിൽക്കുന്നു. സമരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഐക്യവും ഇല്ല എന്ന് വന്നപ്പോൾ അതിനെ രണ്ടിനെയും തമ്മിലൊന്ന് സമന്വയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ രാജഗോപാലാചാരി ഒരു ഉപാധിയുമായിട്ട് മുന്നോട്ട് വരുന്നു.
അതാണ് രാജാജി ഫോർമുല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാജി ഫോർമുല. ഒരുമിച്ച് നിൽക്കുക, അതായത് പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒരുമിച്ച് നിൽക്കുക എന്ന രീതിയിലുള്ളൊരു വാദമായിരുന്നു ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പ്രത്യേക രാജ്യമായ പാകിസ്ഥാനെയുള്ള ശ്രീ രാജഗോപാലാചാരി അംഗീകരിച്ചത് ഇന്ത്യയുടെ ഉള്ളിൽ ചില പ്രത്യേക അധികാരങ്ങളോടുകൂടി ഒരിടക്കാലം വരെ കാശ്മീർ നിലനിന്ന പോലെ പ്രത്യേകമായിട്ടുള്ള പ്രദേശമായിട്ട് പാകിസ്ഥാൻ അനുവദിക്കാമെന്നുള്ളതായിരുന്നു രാജഗോപാലാചാരിയുടെ രാജാജി ഫോർമുലയിൽ ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതോടുകൂടി നമുക്ക് നമ്മുടെ ലിൻലിത് പ്രഭുവിനെ തൽക്കാലത്തേക്ക് മറക്കാം. അടുത്ത പ്രഭുവിലേക്ക് കടക്കുകയാണ്. അടുത്ത പ്രഭുവിൻ്റെ പേരാണ് വേവൽ എന്ന് പറയുന്ന ആൾ, അല്ലേ? വേവൽ ആരാണ് വേവൽ? ലോർഡ് വേവൽ എന്ന് പറയുന്ന ആൾ. അദ്ദേഹമാണ് വേവൽ പ്ലാൻ അഥവാ ഷിംല കോൺഫറൻസ് നടത്തിയ വ്യക്തി എന്ന് പറയുന്നത്. 1944 മുതൽ 1947 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ച വൈസ്രോയിയാണ് വേവൽ, ലോർഡ് വേവൽ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കണം. മുസ്ലിം ലീഗും അതേപോലെ തന്നെ ഹിന്ദു മഹാസഭയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം തമ്മിൽ ഭരണം എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, ഞങ്ങൾക്ക് ഭരണത്തിൽ സ്വാധീനമുണ്ടാവണമെന്നുള്ള ചിന്താഗതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയൊരു കോൺഫറൻസാണ് വേവൽ പ്ലാൻ അഥവാ ഷിംല കോൺഫറൻസ്. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഷിംലയിലായിരുന്നു ഈ ഒരു കോൺഫറൻസ് നടത്തിയത്. പക്ഷേ ഈ ഒരു കോൺഫറൻസ് അലങ്കോലപ്പെട്ടു പോകുവാനുണ്ടായ കാരണം മുസ്ലിം ലീഗിൻ്റെ കടുംപിടുത്തമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം ഒരു ഭരണ സംവിധാനം, ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു പ്രത്യേക ലക്ഷ്യം. പക്ഷേ ആ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കപ്പെടുമ്പോൾ അതിലുണ്ടാവുന്ന മുസ്ലിം പ്രതിനിധികളെ മുഴുവനും മുസ്ലിം ലീഗിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കണം നോമിനേറ്റ് ചെയ്യേണ്ടത് എന്നും ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭ അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവർക്ക് മുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള അനുവാദം നൽകുന്നത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഹമ്മദ് അലി ജിന്നയുടെ ഒരു നിബന്ധനയായിരുന്നു ഈ പറയുന്ന ഷിംല കോൺഫറൻസ് പരാജയപ്പെടുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ആ ഷിംല കോൺഫറൻസിൽ കോൺഗ്രസിന് വേണ്ടി പങ്കെടുത്തത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദാണ് ഷിംല കോൺഫറൻസ് ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്ന വ്യക്തി. അതുകൂടി ഓർത്തിരുന്നേക്കുക. ഇതേ സമയത്ത് തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം കൊണ്ട് കാര്യമില്ലെന്നും സായുധ സമരമാണ് ഏറ്റവും നല്ല മാർഗമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ തന്നെ സായുധ സേനകൾ, അതിൽ പ്രധാനപ്പെട്ടത് റോയൽ ഇന്ത്യൻ നേവിയാണ്. ആ റോയൽ ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ നടന്ന കലാപം, ആ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി നമ്മൾ വീഡിയോ ക്ലാസ്സായിട്ട് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൽ ചേർത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി നടക്കുന്ന സമയത്ത് വേവൽ പ്രഭുവാണ് ഇവിടെയുള്ളത്. ഇതേപോലെ തന്നെ ഈ കലാപങ്ങൾക്കെല്ലാം ഒടുവിൽ ഇവിടെ ഒരു കമ്മീഷൻ വരികയാണ്. ആ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്, അല്ലേ? ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ സുശക്തന്മാരായ 3 മന്ത്രിമാർ, AV അലക്സാണ്ടർ ഉണ്ടായിരുന്നു, പത്രിക് ലോറൻസ് ഉണ്ടായിരുന്നു, സ്റ്റാഫോർഡ് ക്രിപ്സ് ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടി വന്നു. അതാണ് ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷൻ ഇങ്ങോട്ടേക്ക് അയച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആരായിരുന്നു? അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരാണ് ആറ്റ്ലി എന്നാണ് പറയുന്നത്. ആറ്റ്ലി അയച്ച ഈ 3 അംഗ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നു. അവർ തീരുമാനിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുടെ ഭാവി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനായിട്ട് ഒരു ഇടക്കാല ഭരണ സംവിധാനം ഉണ്ടാവണം, ആൻ ഇന്ററിം ഗവൺമെൻറ് ഫോർ ഇന്ത്യ. രണ്ടാമതോ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നും അധികാരം ഇന്ത്യക്ക് കൈമാറുമ്പോൾ ഈ അധികാരം ഇവിടെ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം, ഭരണഘടനയും വേണം. അതുകൊണ്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയും ഇടക്കാല ഗവൺമെൻറ്റും ഇന്ത്യക്കുണ്ടാവണമെന്നുള്ള ശുപാർശയാണ് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1946 സെപ്റ്റംബർ മാസം 2-ാം തീയതി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുകയാണ്. ആദ്യം ഇതിൽ മുസ്ലിം ലീഗ് അംഗമായിരുന്നില്ല. കാരണം പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന അവർക്ക് പ്രത്യേക രാഷ്ട്രം കിട്ടിയില്ല. അതുകൊണ്ട് നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു, ഇനി അണികൾക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന അക്രമത്തിന് ആഹ്വാനം ചെയ്ത ഒരു സംഭവമാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1946 ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഡയറക്റ്റ് ആക്ഷൻ ഡേയോടുകൂടിയാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലുമെല്ലാം ഹിന്ദു മുസ്ലിം കലാപങ്ങൾ അരങ്ങേറിയത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ ഒരു ആരുടെ ഇടപെടൽ? ഗാന്ധിജിയുടെ ഇടപെടൽ വരുന്നു. സമാധാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ അവസാനിക്കുന്നു. ഈ സമയത്താണ് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സങ്കീർണമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഇന്ത്യയിൽ ഭരണം എന്ന് പറയുന്നത് ഒരുപാട് കാലം കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനമാണ് നമ്മൾ ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്ന പേരിൽ വിളിക്കുന്നത്. 1947 ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം വരുന്നത്. ആറ്റ്ലി പറഞ്ഞത് ഇപ്രകാരമാണ്: ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് 1948 ജൂൺ 30 വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ബ്രിട്ടീഷ് സാന്നിധ്യം ഉണ്ടാവുകയില്ല. അതിനകം ഇന്ത്യയിൽ അധികാര കൈമാറ്റ പ്രക്രിയകൾ പൂർത്തീകരിക്കേണ്ടതാണ്. അതിന് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും നാട്ടുരാജാക്കന്മാരെ സഹകരിക്കുക,
അധികാര പൂർത്തീകരണവും അധികാര കൈമാറ്റം എന്നുള്ള പ്രക്രിയയും പൂർത്തീകരിക്കുന്നതിനായിട്ട് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിട്ട് ലൂയി മൗണ്ട് ബാറ്റണിനെ അയക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്ന പേരിൽ വരുന്നത്. അങ്ങനെ മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിലേക്ക് വരികയാണ്. മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിലേക്ക് മാർച്ച് മാസം 3-ാം തീയതി എത്തിച്ചേരുകയാണ്. മാർച്ച് മാസം 3-ാം തീയതി എത്തിച്ചേർന്ന മൗണ്ട് ബാറ്റൺ ഒരു വിശാലമായ പ്ലാനുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ചോദിക്കുന്നവർക്കെല്ലാം ഇന്ത്യ വിട്ടുകൊടുക്കുക, ഇന്ത്യയെ അറുത്ത് മുറിച്ചു കൊടുക്കുക, ചെറിയ ചെറിയ പീസുകളാക്കി ഒരു മാമ്പഴം മുറുക്കുന്നത് പോലെ ഇന്ത്യ ചോദിക്കുന്നവർക്കെല്ലാം ഇന്ത്യയെ കൊടുക്കുക എന്നുള്ള പദ്ധതിയായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബാൾക്കൻ പ്ലാൻ. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തെ പല കഷണങ്ങളായി വിഭജിക്കുവാൻ സമ്മതിക്കുകയില്ല എന്നും പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരുകളിൽ 3 കഷണങ്ങളായി മാത്രമേ വിഭജിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ചകളൊക്കെ ഇവിടെ നടന്നു. ഗാന്ധിജി പറഞ്ഞു എൻ്റെ ശവശരീരത്തിന് മുകളിലൂടെ മാത്രമേ ഇന്ത്യ വിഭജിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വിഭജനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലെന്ന് മൗണ്ട് ബാറ്റൺ മനസ്സിലായി. അതോടുകൂടി അദ്ദേഹം ഇതൊരു നിലപാടെടുത്തു. നാട്ടുരാജ്യങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ നിന്നും വിഭജിച്ചു പോകുവാൻ സാധ്യമല്ല. 2 യൂണിയനുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇന്ത്യ എന്നോ പാകിസ്ഥാൻ എന്നോ പേരായ 2 യൂണിയനുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതിലേതെങ്കിലും ഒരു യൂണിയനിൽ നാട്ടുരാജ്യങ്ങൾക്ക് ലയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യമോഹം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം നാട്ടുരാജ്യങ്ങൾക്ക് ലയിക്കുന്നതിനുള്ള അവസരം കൊടുക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുവാനായിട്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും വി പി മേനോൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തൽഫലമായിട്ട് 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് ലയിച്ച് ചേരുകയാണ് ഉണ്ടായത്. ഇതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പദ്ധതി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കുന്നു. ആ പദ്ധതിയാണ് ജൂൺ 3 പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഡിക്കി ബേഡ് പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പ്ലാൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. അതിനൊടുവിൽ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദിനമായിട്ട് മൗണ്ട് ബാറ്റൺ നിശ്ചയിച്ചു. അതായത് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ 2ാം ലോക മഹായുദ്ധം 1945 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ജപ്പാൻ മൗണ്ട് ബാറ്റൻ്റെ മുന്നിൽ അവസാനിപ്പിച്ചത്. ജപ്പാൻ കീഴടങ്ങിയ ദിവസം മൗണ്ട് ബാറ്റൺ എന്നുള്ള യുദ്ധ മേധാവിയുടെ മുന്നിൽ ജപ്പാൻ എന്നുള്ള രാഷ്ട്രം കീഴടങ്ങിയത് മൗണ്ട് ബാറ്റൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സുദിനമായിട്ട് അദ്ദേഹം കണക്കാക്കിയതുകൊണ്ട് ആ ദിവസം തന്നെ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനമായിട്ട് തിരഞ്ഞെടുത്തു. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം നിശ്ചയിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, മൗണ്ട് ബാറ്റനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഖ്യാതി നൽകിയ ഏറ്റവും മികച്ച സംഭവമായിരുന്നു ജപ്പാൻ്റെ കീഴടങ്ങൽ. ആ ജപ്പാൻ്റെ കീഴടങ്ങൽ നടന്ന ദിവസമാണ് ഓഗസ്റ്റ് 15. അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനമായിട്ട് അദ്ദേഹം നിശ്ചയിച്ചത്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞും ഇവിടെയുള്ള അതിർത്തി തർക്കങ്ങളും കൈമാറ്റങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 1948 ജൂൺ മാസം വരെ മൗണ്ട് ബാറ്റൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 15 മുതൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വൈസ്രോയി എന്നായിരുന്നില്ല. അദ്ദേഹം അറിയപ്പെട്ട പേര് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായിരുന്നു. എന്നാൽ 1948 ജൂൺ മാസം 30 അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നും വിട പറഞ്ഞു പോകേണ്ടുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പദവി ഗവർണർ ജനറൽ എന്നുള്ള പദവി ഏറ്റെടുത്തത് ഇന്ത്യക്കാരനായ സി രാജഗോപാലാചാരിയായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറലായിരുന്നു സി രാജഗോപാലാചാരി. മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ അന്ത്യം സംഭവിച്ചത് വളരെ ദാരുണമായിട്ടാണ്. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ആസൂത്രണം ചെയ്ത ഒരു ബോട്ടിൽ വെച്ചുള്ള ബോംബ് ആക്രമണത്തിലാണ് ഈ പറയുന്ന നമ്മുടെ മൗണ്ട് ബാറ്റൺ പ്രഭു കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇന്ത്യ ഭരിച്ച വൈസ്രോയിമാരാണ്. 20 വൈസ്രോയിമാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വൈസ്രോയിമാരിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ സാധിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ മേഖലയിൽ നിന്നും മുഴുവൻ മാർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.